പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എല്ലാവരും കണ്ടു കാണും, ബിഗ് ബോസിൻ്റെ ക്ലാസിക് ടാസ്ക്കായ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് അങ്ങനത്തുള്ളൊരു ടാസ്ക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ പേര് എപ്പോഴും ഞാൻ വിട്ടു. വീഡിയോ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ എടുത്ത് നോക്കിയതായിരുന്നു, പക്ഷെ മറന്നുപോയി. ആ ടാസ്ക് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ ക്യാരക്ടർ കൊടുത്തിട്ട് ആ പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ആ ക്യാരക്ടറിനനുസരിച്ച് പെരുമാറാൻ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറയുന്ന ഒരു ടാസ്ക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല പല വീഡിയോസിലും പറഞ്ഞതാണ്, ഈ ഒരു ഈ ഒരു സീസണിൽ ഈ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് ആരും ചെയ്തിട്ടില്ല. ആ ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് ആ ഒരു ക്യാരക്ടർ ഉടനീളം ടാസ്ക് തീരുന്നത് വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്തത് ആകെ കുറച്ച് പേര് മാത്രമാണ്. അതിലൊന്ന് ആര്യൻ, എനിക്ക് തോന്നിയത് ഒന്ന് ആര്യൻ, രണ്ടാമത്തേത് നമ്മുടെ ബിന്നി. ഈ രണ്ട് പേരല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് പോയി എന്ന് തോന്നിയതായിട്ട് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. സീരിയസ്ലി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആകെപ്പാടെ ഈ രണ്ട് പേരെ തോന്നിയിട്ടുള്ളൂ, ആര്യൻ ബിന്നി. ആര്യന് അതുകൊണ്ട് നല്ല കോയിൻസും കിട്ടിയിട്ടുണ്ട്. കാരണം ഡിസേർവിങ് തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. കൊടുത്ത ടാസ്ക് നല്ലപോലെ ആര്യൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഒരു ആര്യൻ ഫാനോ, ശരിക്കും പറഞ്ഞാൽ ആര്യനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഈ ടാസ്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുവാണെങ്കിൽ. കാരണം അതിലേക്ക് ആ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ആ കോസ്റ്റ്യൂം ഇട്ട് നിന്നു എന്നല്ലാതെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് സംസാരിക്കുക എല്ലായ്പ്പോഴും ആ അനീഷിൻ്റെ മെക്കിട്ട് കയറലാണ് ആദിലയുടെ ജോലി. അത് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അവർ എന്തൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ തീർത്തതാണ്, എന്നിട്ട് പോലും എന്തുവാ ആ ഒരു പ്രശ്നം തീർന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ആദില ഇങ്ങനെ പോയി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അനീഷിനെ. എന്ത് കാര്യത്തിനാണെന്ന് ഒരു പിടിയുമില്ല. പുള്ളിക്കാരൻ ആ ഒരു അനുമോളുമായിട്ടുള്ളൊരു കോംബോ എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു, അതായത് ക്യാരക്ടറൊക്കെ പിടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഇടയിൽ ചെന്ന് കയറുവാണ്. ഒരു കാര്യമില്ലാതെ തൊപ്പി തട്ടിക്കളയുന്നു, ആ മൂക്കിൽ വെച്ചേക്കുന്ന ജോക്കറാണല്ലോ, മൂക്കിൽ വെച്ചേക്കുന്ന സാധനം തട്ടിക്കളയുന്നു. അത് എന്തിനാണെന്ന് ഒരു പിടിയുമില്ല. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്യാരക്ടറേ അല്ല ചെയ്യുന്നത്. പിന്നെ പലരും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പാട്ടിടുമ്പം കുറച്ച് നേരത്തേക്ക് മാത്രം ആ ഒരു ക്യാരക്ടറായി മാറും, എന്നിട്ട് പുറത്തു പോയി അവരുടെ അതേ സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല, ടാസ്ക് കൊടുത്തിട്ട് നേരെ ചെയ്യാൻ പോലും ആർക്കും വയ്യ എന്നുള്ളതാണ്. ആകെ കുറച്ച് ടാസ്ക്കാണ് അവിടെ കൊടുക്കുന്നത്, അതുപോലും നേരെ ചൊവ്വ ചെയ്യുന്നില്ല ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ആദ്യം കുറേ ഗോൾഡ് കോയിൻസ് കിട്ടിയത് തന്നെ. അടുത്തൊരു വീക്കിൻ്റെ എന്തോ സൂപ്പർ പവർ കിട്ടാനും പോകുന്നുണ്ട്. ആര്യൻ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് മിക്കവാറും നോമിനേഷൻ ഫ്രീയോ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ ഏതോ ഒരു സംഭവം ഉണ്ടല്ലോ അവസാനമൊക്കെ ആകുമ്പോൾ കൊടുക്കുന്നത്, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. മിക്കവാറും അതൊക്കെ ആയിരിക്കും. എന്തായാലും ചെറിയ ഒരു പവർ ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല പ്രൊമോസാണ്. അതായത് പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട്, ആര്യനെ എന്തൊക്കെ ടാസ്ക് ഏൽപ്പിക്കുന്നുണ്ട്. അത് മിക്ക ബിഗ് ബോസിലുള്ളതാണ്. ഫോണൊക്കെ കൊടുത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടു തന്നെ അറിയാം. കൊള്ളാം എന്തായാലും കണ്ടിട്ട്. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അവർ കോണ്ടൻ്റായിട്ട് തന്നതായിട്ടൊന്നുമില്ല. കാരണം നല്ലൊരു കോണ്ടൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത്. എന്നിട്ട് പോലും അതിനെ ചളമാക്കി പണ്ടാരം അടക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ. ഞാൻ വെറുതെ പറയുന്നില്ല, കാണുന്ന എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. കാരണം ഈ ടാസ്കൊക്കെ കഴിഞ്ഞ സീസണായാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തൊരു സീസണായിരുന്നു. ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് പോലും നേരെ ചൊവ്വ ചെയ്തിട്ടില്ല. കണ്ടന്റ് എന്ന് പറയുന്ന സാധനമില്ല ശരിക്കും പറഞ്ഞാൽ. ചുമ്മാ കൊടുത്ത ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്ന് സ്വന്തം ക്യാരക്ടർ പുറത്ത് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഇന്നലെ നടന്നത്. ടാസ്ക് കുളമാക്കാൻ ഈ സീസണിലെ ആൾക്കാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ടാസ്ക് ആയിരുന്നു, എന്ത് പറയാനാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അറിയാമല്ലോ, പുറത്തിറങ്ങിയ ഒരു പി ആറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് പി ആറിനെ പറ്റിയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒന്നേനായിട്ട് ടോപ്പിക്കായിട്ട് എടുത്തിടുന്നില്ല. കാരണം എല്ലാവരും അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈവൻ ഞാൻ പോലും അനുമോളുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ എടുത്തു പറയാൻ കാരണം എന്നതാണ്, അനുമോൾ അവിടെ സമ്മതിച്ച കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് എന്തുവാ പി ആർ വർക്കില്ലാതെ ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനീഷ് ഇന്ന് ബിഗ് ബോസിൻ്റെ ആ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്, പി ആർ എന്താണെന്ന് പോലും എനിക്കറിയില്ല, എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. മേ ബി അത് സത്യമായിരിക്കാം. കാരണം അങ്ങേരെ അക്കൗണ്ടിൽ ബിഗ് ബോസിൽ കയറിയ ശേഷം ഒരു പോസ്റ്റോ ഒരു റീലോ ഒരു സ്റ്റോറിയോ ഒന്നും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മേ ബി അനീഷിൻ്റെ കാര്യം മാത്രമേ എനിക്കറിയാവൂ. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സ്റ്റോറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്തായാലും ആ സ്റ്റോറിയും സ്റ്റാറ്റസും വീഡിയോസും
ഫോട്ടോസും എല്ലാം വരുന്നത്. അങ്ങനെ കാണാത്തത് ആകെ അനീഷിൻ്റെ അക്കൗണ്ട് മാത്രമാണ്. ലാസ്റ്റ് പോകാൻ നേരം അങ്ങേരിട്ടൊരു ഫോട്ടോ മാത്രം എന്തോ ഉണ്ട്. അത് ബിഗ് ബോസിൻ്റെ അല്ല, അത് സാധാ ഒരു ഫോട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അതിലില്ല. അപ്പോൾ അനീഷ് പറയുന്നത് ഏറെക്കുറെ സത്യമായിരിക്കും. PR കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് വ്യക്തമില്ല. പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ID, കാരണം ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഇപ്പം എന്തായാലും ആ റീൽസും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടിൽ ബിഗ് ബോസിൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള റീൽസോ ഒന്നും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേ ബി അനീഷ് ആയിരിക്കാം PR ഇല്ലാതെ അവിടെ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു PR കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് അടിച്ചേനെ, ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു PR കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഫസ്റ്റ് ഉറപ്പായിട്ടും അടിച്ചേനെ. കാരണം ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ആരെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടിയേനെ എന്നെനിക്ക് തോന്നി, പേഴ്സണലി തോന്നി. പക്ഷേ ജെന്യൂനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അനീഷിന്. കോമണറായിട്ട് വന്നിട്ട് ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പുള്ളിക്കാരൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് ഗോൾഡ് കോയിൻ കൊടുക്കുന്ന ആ സംഭവം വന്നപ്പോൾ ഈവൻ മറ്റേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഷാനവാസ് അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഷാനവാസും കുറേ പെങ്ങൾ കുട്ടികളും കൂടെ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അത് എന്തിനാണെന്ന് ഒരു പിടിയില്ല. നൂറ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല, പക്ഷേ ആദില നൂറെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഷാനവാസ് പോലും. അവർ മൂന്നുപേരും കൂടെ അനീഷിനെ ഇങ്ങനെ പറഞ്ഞ് താർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ശരിയാണ്, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം, പക്ഷേ നല്ലത് കണ്ട സപ്പോർട്ടും ചെയ്യണം. ഇത് കുറ്റങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കണുള്ളൂ. നല്ലത് കാണുമ്പോൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഷാനവാസ് അനീഷിനെ, പക്ഷേ അനീഷ് നേരെ തിരിച്ചാണ്. ഇതൊരിക്കലും അനീഷിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി അനീഷിൻ്റെ PR ടീമോ ഒന്നും അല്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുന്നവർക്ക് പോലും അങ്ങനെ തോന്നിക്കാണും. ഷാനവാസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അനീഷിനെ. പക്ഷേ അനീഷ് ഒരേ സമയം കുറ്റപ്പെടുത്തുകയും ചെയ്യും, എന്നാൽ നല്ലത് കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ ആരും ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളായാലും ഇപ്പം ബെസ്റ്റ് ഫ്രണ്ടെന്ന് അവകാശപ്പെടുന്ന ഷാനവാസിനായാലും എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് അനീഷ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. സോ പ്രത്യേകിച്ച് ഇനി എനിക്കൊന്നും എടുത്ത് പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എടുത്ത് പറയാൻ മാത്രം കണ്ടൻറ്റൊന്നും ഇന്നലെ തന്നിട്ടില്ലായിരുന്നു ആരും. ടാസ്ക് കുളമാക്കി വെച്ചിട്ടുണ്ട്, അതിലിപ്പോൾ എന്ത് പറയാനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.